സബ് ഗ്രൂപ്പിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡെഫിനേഷൻ നമുക്ക് നോക്കാം. എ സബ്സെറ്റ് എച്ച് ഓഫ് എ ഗ്രൂപ്പ് ജി ഈസ് എ സബ് ഗ്രൂപ്പ് ഇഫ് അവിടെ 4 കണ്ടീഷൻസാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റത്തെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആ സബ്സെറ്റിൽ നമ്മൾ ജിയുടെ ബൈനറി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുകയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബൈനറി ഓപ്പറേഷൻ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എച്ചിൽ ഏതെങ്കിലും 2 എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എ സ്റ്റാർ ബി എവിടെ ഉണ്ടായിരിക്കണം? എച്ചിൽ തന്നെ ഉണ്ടായിരിക്കണം. അതേപോലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എച്ചിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇൻവേഴ്സ്, ഇപ്പോൾ എ ബിലോങ്സ് ടു എച്ച്, അതായത് എച്ചിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സും എവിടെ തന്നെ ഉണ്ടായിരിക്കണം? എച്ചിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടിയും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇങ്ങനെ ഈ 4 കണ്ടീഷൻസ് എച്ച് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ജിയുടെ ഒരു സബ്സെറ്റ് എച്ചിനെ നമ്മൾ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എച്ച് എന്ന് പറയുന്നത് ജിയുടെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ബി ബിലോങ്സ് ടു എച്ച്, അതായത് എ കോമ ബി എന്ന് പറയുന്നത് എയും ബിയും എച്ചിലെ 2 എലമെൻറ്റ്സ് ആണെങ്കിൽ എ സ്റ്റാർ ബി ഇൻവേഴ്സും എവിടെ ഉണ്ടായിരിക്കണം? എച്ചിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4 കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നതിന് പകരം ഈ ഒരൊറ്റ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എച്ച് സബ് ഗ്രൂപ്പ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും 2 എലമെൻറ്റ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്റ്റാർ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ടായിരിക്കണം? എച്ചിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അടുത്തായിട്ട് നമുക്ക് സബ് ഗ്രൂപ്പിന് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ Z+ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ജി എന്ന് പറയുന്നത് Z+ ആണെന്നുള്ളത് കൺസിഡർ ചെയ്യുക. അതായത് ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ പ്ലസ് അല്ലെങ്കിൽ അഡീഷൻ. ഓക്കെ, യൂഷ്വൽ അഡീഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണം. എങ്ങനെയാണ് നോക്കാം? സെറ്റ് ഓഫ് ഈവൻ ഇൻറ്റീജേഴ്സ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ അഡീഷൻ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്? ഇൻറ്റീജേഴ്സിൻ്റെ സബ്സെറ്റാണ് ഈവൻ ഇൻറ്റീജേഴ്സ് അല്ലേ? അപ്പോൾ ആ സെറ്റ് ഓഫ് ഈവൻ ഇൻറ്റീജേഴ്സ് ഈ നോർമൽ അഡീഷനിൽ സബ് ഗ്രൂപ്പാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ 2ഉം 4ഉം 2 എലമെൻറ്റ്സ് അതിൽ ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 + 4 എന്താണ്? 6 ആണ് അല്ലേ? ആ 6 എവിടെ തന്നെയാണുള്ളത്? ഇൻറ്റീജറാണ്. എന്ത് ഇൻറ്റീജറാണ്? ഈവൻ ഇൻറ്റീജറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എവിടെ ഉണ്ടായിരിക്കും? എച്ചിലുണ്ടായിരിക്കും. നമുക്കറിയാം ഏതെങ്കിലും 2 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. സോ എന്താണ്? എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി അതിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാവുമോ? അഡീഷനിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ ആ 0 എവിടെ ഉണ്ടായിരിക്കും? സെറ്റ് ഓഫ് ഈവൻ ഇൻറ്റീജേഴ്സിലുണ്ട്. സോ ഐഡൻറ്റിറ്റി ബിലോങ്സ് ടു എച്ച്. നെക്സ്റ്റ് നമുക്ക് ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -2 അല്ലേ? അതേപോലെ 4ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -4. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഓരോ ഈവൻ ഇൻറ്റീജേഴ്സിനും അതിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് -2 -4 എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? ഈവൻ ഇൻറ്റീജേഴ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തായാലും എവിടെ ഉണ്ടായിരിക്കും? എച്ചിലുണ്ടായിരിക്കും. സോ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ എന്തുകൂടി സാറ്റിസ്ഫൈ ചെയ്യും? അസോസിയേറ്റീവ് കണ്ടീഷനും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. സോ എന്ത് പറയാം? എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അതായത് 2Z ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ്, സബ് ഗ്രൂപ്പ് ഓഫ് സെറ്റ്. അതാണ് അവിടെ ലാസ്റ്റ് നൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്.